മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ബിരിയാണിയാണ് കേട്ടോ. പോത്തിറച്ചി വെച്ചും കൊണ്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ നെയ്യത്തിൻ്റെ ഇറച്ചി കിട്ടിയത് ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു 3/4 കിലോൻ്റെ അടുത്തുണ്ട് കേട്ടോ. 3/4 കിലോ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു വലിപ്പത്തിനാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് ക്ലീനാക്കിയൊക്കെ എടുത്തതാണ് കേട്ടോ. നന്ന വലിയ പീസും അല്ല, നന്ന ചെറിയ കുഞ്ഞ് പീസും അല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വലുപ്പത്തിനാണ്. അപ്പോൾ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 5 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്കുള്ള ചേരുവകളെല്ലാം ഇട്ട് കൊടുക്കുക. ഞാൻ എടുത്തിട്ടുള്ളത് 4 സവോളയാണ് കേട്ടോ. 2 കപ്പ് അരിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 4 സവോള എടുത്തിട്ടുണ്ട്, 4 തക്കാളി എടുത്തിട്ടുണ്ട്, 2 കഷ്ണം ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 കൈപ്പിടി വെളുത്തുള്ളിയാണ് കേട്ടോ, 1 തൊണ്ടും 4 അല്ലിയാണ് ഞാനിവിടെ വെളുത്തുള്ളി തൊലിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം സവോള കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നല്ല മഴയാണ് കേട്ടോ. ചെറിയതാക്കിയൊന്നും കട്ട് ചെയ്യണില്ല കേട്ടോ. ഇത് നമ്മൾ ഇറച്ചിയിലിട്ട് കൊടുക്കുമ്പോൾ തന്നെ വെന്ത് അലിഞ്ഞ് പോകും കേട്ടോ. ചെറിയ കുഞ്ഞ് പീസാക്കേണ്ടതൊന്നും ആവശ്യമില്ല കേട്ടോ. മഴയാവുമ്പോൾ നല്ലൊരു ബിരിയാണി തിന്നാൻ നമുക്കൊരാഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 4 സവോളയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇറച്ചിൻ്റെ മുകളിൽ കണ്ടിട്ട് കൊടുക്കുക. ഇത് കണ്ടോ, ഈ ഒരു വലുപ്പത്തിനാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതൊക്കെ വെന്ത് അലിഞ്ഞ് പോകും കേട്ടോ. നമ്മളെ ബിരിയാണിയിൽ നമ്മളെ ഇറച്ചി പോകുമ്പോൾ തന്നെ ഇതൊക്കെ. നമ്മൾ തക്കാളി കട്ട് ചെയ്തെടുക്കുക. തക്കാളിൻ്റെ ഈ ഇതുണ്ടല്ലോ, ഈ ഒരു സംഭവം കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് കേട്ടോ. രാവിലെ നമ്മൾ ചായക്ക് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ചായ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകേണ്ടത്. തക്കാളി കട്ട് ചെയ്ത് നമ്മളെ പച്ചമുളക് ഉണ്ടല്ലോ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കൂടുതലുണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ പച്ചമുളക്, തക്കാളി, സവോളയൊക്കെ എടുക്കണം കേട്ടോ. ഇത് നമ്മളെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്കാണ്ട് ചാടി പോവട്ടെ. വെളുത്തുള്ളി ഇഞ്ചി മിക്സിൻ്റെ ജാറിലൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. കൂടുതൽ അരിഞ്ഞ് പോകണില്ല കേട്ടോ. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് ഇഞ്ചി കഷ്ണം എടുക്കണമല്ലോ കേട്ടോ. ഇത്ര എടുക്കണുള്ളൂ. ഇത് മാറ്റി വെക്കണം. അപ്പോൾ ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് വേണമെങ്കിൽ ഇങ്ങനെ ചതച്ച് കൊടുക്കുക ഈ കൂട്ടത്തിലിട്ട്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെങ്ങാണ്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതാണ്. നമ്മൾ ചതച്ചെടുത്ത മുഴുവനായിട്ടും കുക്കറിലേക്ക് ഇട്ടെടുക്കണം കേട്ടോ. അടിയിൽ നമ്മളെ ബീഫാണ്, അതിൻ്റെ മുകളിലാണ് നമ്മൾ ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ടുള്ളത്. ഇനി മല്ലിയില കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക.
ഇനി നമ്മൾ മല്ലിയിലും പുതിനയിലും കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ക്ലീനാക്കി എടുത്തതാണ് കേട്ടോ. നല്ലോണം കഴുകി എടുക്കണം കേട്ടോ മല്ലിയിലും പുതിനയിലൊക്കെ. ഇത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. പൊടികൾ ആഡ് ചെയ്യണം കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ കാശ്മീരിയാണ് കേട്ടോ മുളക് പൊടി. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചേർത്തി കൊടുത്തിട്ടില്ല. ചേർത്തി കൊടുക്കുമ്പോൾ കാണിക്കട്ടോ പൊട്ടിക്കട്ടോ. ഇത് നമ്മൾ തൈര് ചേർത്തി കൊടുക്കണം കേട്ടോ. 3 ടേബിൾ സ്പൂണ് തൈരാണ് ചേർത്തി കൊടുക്കേണ്ടത്. ബീഫിക്ക് കുറച്ച് കൂടുതൽ ചേർത്തി കൊടുക്കേണ്ടത്. അങ്ങനെ 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഗരം മസാല എല്ലാം കൂടി ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ. 1 ടീസ്പൂൺ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലെല്ലാ ചേരുവകളും കൂടി ചേർത്ത് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മസാല ചേർത്തി കൊടുക്കട്ടോ. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ. ഇത് നല്ലോണം കൈ കൊണ്ട് നമ്മളിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ തന്നെ സവോളയിൽ നിന്നും ഇറച്ചിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി കിട്ടും. സവോളയൊക്കെ കൈ കൊണ്ട് നല്ല ഒന്നിങ്ങനെ തിരുമ്പി കൊടുക്കട്ടോ. അപ്പം അതിൻ്റെ അല്ലിയിൽ നിന്നൊക്കെ അതിങ്ങനെ വേർപെട്ട് പോരും. ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണം കേട്ടോ. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. കൈ കൊണ്ട് ഒന്നും കൂടി കുഴച്ചെടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം. നമ്മൾ കുഴച്ചെടുത്തപ്പോൾ തന്നെ അതിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട് കേട്ടോ. നമ്മൾ തൈര്, വെളിച്ചെണ്ണ, പിന്നെ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങിയതും തക്കാളിൻ്റെതും സവോളൻ്റെ നീരും എല്ലാം കൂടി ഉണ്ട് കേട്ടോ. കുക്കർ അടച്ചൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ കുക്കർ അടച്ച് വേവിച്ചെടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉള്ളിയും തക്കാളിയും വാട്ടേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബീഫ് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് ഇതാ നമ്മൾ ചോറിനുള്ള അരി എടുത്തിട്ടുണ്ട് കേട്ടോ. ജീരകസാല റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2.5 കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുക്കർ തുറന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളമുണ്ട് കേട്ടോ. നമ്മളൊരു 10 മിനിറ്റ് ഇത് വേവിച്ചിട്ടുള്ളൂ കേട്ടോ. ഒരു വിസിലടിച്ച് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആവി പോയതിൻ്റെ ശേഷം ഇതാ കുക്കർ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇറച്ചിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി വാട്ടാൻ നമ്മൾ പൊരിച്ചെടുക്കാനാണ് കേട്ടോ. 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 2
ടീസ്പൂൺ നെയ്യാണ് ചേർക്കേണ്ടത് കേട്ടോ. സവാള പൊരിക്കട്ടെ. ഉപ്പ് ഉപ്പിട്ടെടുക്കട്ടെ, ഉപ്പം മരുന്ന് വെട്ടാനാട്ടോ. സവോള നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ കോരി എടുക്കാം. ഈ എണ്ണ നമ്മൾ ചോറിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നെയ്യും സൺഫ്ലവർ ഓയിലും അല്ല. റൈസ് വേവിച്ചെടുക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2 വേരിയപ്പ് ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഒരല്പം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. റൈസ് ഇത് നമ്മൾ ഇടണം കേട്ടോ. മസാല നമ്മൾ കുക്കറിന് മാറ്റി ഇതാ ഒരു ചെമ്പട്ടിക്ക് മാറ്റി വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മുകളിൽ പെട്ടെടുത്തതാണ് കേട്ടോ. അപ്പം ഈ റൈസ് വന്നിട്ട് ഇതിൻ്റെ മുകൾക്ക് നമ്മൾ ഊറ്റിയിടാണ്. ബീഫൊക്കെ നല്ല ഇതിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലിയ പീസാണല്ലോ, അപ്പോൾ നമ്മളൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ഏറ്റവും നല്ലത്. റൈസ് നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറച്ചിൻ്റെ മുകളിലേക്ക് ഇട്ടെടുക്കുക. പകുതി ഇട്ട് കൊടുത്തിട്ട് പകുതി ഇട്ടെടുക്കുക. നല്ല പിന്നെ അതാ കുറച്ച് ബിരിയാണി മസാല ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുകയാണ് കേട്ടോ. ഏലക്ക, കറുകാമ്പൂവ്, കറുകാമ്പട്ട ഈ 3ഉം കൂടി പൊടിച്ചതാണ് കേട്ടോ മുകളിലിട്ട് കൊടുക്കേണ്ടത്. അതിൻ്റെ മുകളിലായിട്ട് ചോറിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വാട്ടിയെടുത്ത നെയ്യും ഓയിലും ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ചുറ്റും ഒഴിച്ചതിൻ്റെ ശേഷം നമ്മൾ ദമ്മിടുകയാണ്. അപ്പോൾ അതെല്ലാം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി ദം ചെയ്തിട്ടുണ്ട്. മുകളിലൊരു ചെറിയ വരലുണ്ടല്ലോ, കല്ലേറിൽ വെച്ചിട്ടാണ് ദം ചെയ്തിട്ടുണ്ട് കേട്ടോ. ദം ചെയ്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് മാറ്റിങ്ങാണ്ട് ഇതാ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചോറ്. ബീഫ് അടിയിലാണല്ലോ, അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താണ് കേട്ടോ. എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഇത് കുറച്ച് വലിയ ചെമ്പട്ടിയാണ്, അപ്പോൾ വേറെ പാത്രത്തിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ നിന്ന് തന്നെ നമ്മൾ ചട്ടകം വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. ഇപ്പോൾ വൈകിട്ടാണ് ഞാനിത് എഡിറ്റ് ചെയ്യേണ്ടത്. ഇപ്പോഴും നല്ല മഴയാണ്. ഈ നല്ല മഴയുള്ള സമയത്ത് നമ്മൾ ബിരിയാണി ഇതേപോലെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്കായാലും നല്ല ഇഷ്ടമാവും കേട്ടോ. ചിക്കൻ വെച്ചായാലും ബീഫ് വെച്ചായാലും നമ്മൾ മന്തി ആയാലും ബിരിയാണി ആയാലൊക്കെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
സവോള തക്കാളി ഇതൊന്നും വഴറ്റാതെ ഉണ്ടാക്കിയാലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾ സവോളയും തക്കാളിയൊക്കെ ഉണ്ടാക്കി നമ്മളെ സമയം വെറുതെ പോവുകയാണ്. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.